പരിപ്പ് ഗ്യാസ് ട്രബിളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാരണം ഒരുവിധം എല്ലാവർക്കും പരിപ്പിനോട് ദേഷ്യം ഉണ്ടെങ്കിലും ചില കറികളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. സിമ്പിളായിട്ട് പരിപ്പ് മാത്രം മതി, വേറെ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കൂട്ടാൻ കാച്ചാനുള്ള കുറച്ച് ചില്ലി ഫ്ലേക്സും ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയിലോട്ട് പോവല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. വീഡിയോസ് കാണുന്നവർ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസിൻ്റെ ലിസ്റ്റ് പ്ലേ ലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ഇവിടെ കമോൺ, ഞാനിവിടെ 250 ml കപ്പിൽ 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 200 ഗ്രാം ഉണ്ട്. ഇതൊന്ന് നല്ലപോലെ കഴുകി കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേവാൻ പാടുള്ളൂ കേട്ടോ, വെന്തുടയാൻ പാടില്ല. ഇതിൽ വെള്ളം കുറവാണ്, അത് കാരണം കുറച്ച് ചൂടുവെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഓരോ കുക്കറിനും പരിപ്പിനനുസരിച്ചിരിക്കും വേവിൻ്റെ അവസ്ഥ. ഞാൻ അതിലോട്ട് ഇതുപോലുള്ള കപ്പിൽ 250 ml കപ്പാണ്, 2 കപ്പ് വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കറിയാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാവണം, അല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഇടികല്ലും എടുത്തിട്ട് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം. മിക്സിയിൽ ജാറിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മിയും ഇടികല്ലൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തന്നെ എടുക്കണം കേട്ടോ, കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ചില്ലി മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചെടുത്തേക്കണതാണ്. ഞാൻ അതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടുകൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ പരിപ്പ് കൂട്ടാനില്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിടണേ. വെളിച്ചെണ്ണ മസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിന് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ വേണ്ടത്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. ഇത് അധികം നേരമൊന്നും വേണ്ട, ജസ്റ്റ് 1-2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും മുളക് മൂത്ത മണം വരും. നല്ല മണം കേട്ടോ. ഇത്രയായാൽ മതി. കൂടുതലാവാൻ നിന്നാൽ ഇത് ചെറിയൊരു കരിച്ചിൽ വന്നാൽ വേറെ
ടേസ്റ്റായി പോകും. പരിപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളപ്പിക്കരുത്. തിള വന്ന അപ്പം തന്നെ ഓഫ് ചെയ്യണം. കല്ലുപ്പാണെങ്കിലും അതൊക്കെ അലിയും കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലത്തെ എല്ലാവരും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ ഈ പരിപ്പ് കൂട്ടാൻ. പരിപ്പ് കൂട്ടാൻ എന്നാ പറയുക, പരിപ്പ് കറി. തിള വന്നിട്ടുണ്ട്, ഓഫ് ചെയ്യാം. ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് പകർത്തി മാറ്റാം. ഈ കറിക്കൊരു കുറച്ച് വേരിയേഷൻസൊക്കെ വരുത്തിയിട്ട് ഒരു 3-4 ടൈപ്പ് കറികളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് വറവിട്ടപ്പോൾ ചെറിയുള്ളിയും ചില്ലി ഫ്ലേക്സിന് പകരം ചെറിയുള്ളിയും പച്ചമുളക് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാലും ഇതുപോലെ വറവിട്ടാലും അത് വേറെ നല്ലൊരു ടേസ്റ്റാണ് വരിക. അതുപോലെ തന്നെ പരിപ്പ് വേവിച്ച് കഴിഞ്ഞ് അതിനോടൊപ്പം ചീര കട്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം ഇങ്ങനെ തന്നെ വറവിട്ടുണ്ടെങ്കിൽ അതും ഒരു വെറൈറ്റി കറിയാണ്. അതുപോലെ ചിലവർക്ക് പുളി വേണ്ട ആവശ്യം വരും. ഇതിൽ തക്കാളി ഇട്ട ടേസ്റ്റ് മാറും. അത് കാരണം ഒരു പുളിയുള്ളത് മാങ്ങ ഇട്ടിട്ട് പരിപ്പിനോടൊപ്പം വേവിച്ചെടുത്താലും ഇതുപോലെ തന്നെ വറവും കാര്യങ്ങളൊക്കെ ഇട്ടാലും ഒരു പ്രത്യേക ഐറ്റമാണ്. ഈ പരിപ്പ് കറിയുടെ ഒപ്പം ഉണക്കമീനോ മാങ്ങ ചമ്മന്തിയോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. കൂടെ പപ്പടവും. അപ്പോൾ സ്വാദിഷ്ടമായ ഈ പരിപ്പ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? ഫീഡ്ബാക്ക്സ് അറിയിച്ചോളോ. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.